നമ്മുടെയൊക്കെ അമ്മ വീട്ടിലേക്ക് വിരുന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? അതെ, ഇന്ന് നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലേക്ക് വിരുന്ന് വന്നിറക്കുകയാണ് കേട്ടോ. അമ്മ വീട്ടിലേക്ക് വിരുന്ന് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദൂരത്തേക്ക് എങ്ങോട്ടോ പോകുകയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ആ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ അമ്മ വീട് എവിടെയെന്നുള്ളത്? നമ്മുടെ ഒറ്റപ്പാലത്ത് തന്നെയാണ്. നമ്മുടെ ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഓരത്ത് തന്നെയാണ് കേട്ടോ അമ്മമ്മയുടെ വീട് വന്നിട്ട്. വലിയ ദൂരമില്ലാത്തതിൻ്റെ കഥ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ അമ്മയും അച്ഛനൊക്കെ നന്നായി പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചിറക്കണത്. അതുകൊണ്ട് തന്നെ എന്നെ പ്രേമിച്ച് കെട്ടാനൊന്നും സമ്മതിച്ചിട്ടില്ല. അതീച്ചിട്ട് ഞാൻ പ്രേമിക്കാതെ ഇരുന്നിട്ടില്ല. അതൊക്കെ ഒരു കാലം. അത് പറഞ്ഞാൽ ഷീമക്കൊന്നും കൊണ്ട് തല്ലിയിട്ട് കഥയൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് അതവിടെ നിർത്താം. വന്ന കാര്യത്തേക്ക് ഞാൻ കിടക്കാം. അമ്മമ്മയും അമ്മച്ചനും കുറേ ദിവസമായി എന്നെ കാണണം പറയണു. കുറേ ആയിട്ട് ഞാനും കണ്ടിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. പക്ഷെ വരുമ്പോൾ സങ്കടം തോന്നിയത് എന്താ വെച്ചാൽ റോഡ് വളരെ മോശമാണ്. അത്രയും റോഡ് മോശത്തിൽ വന്നിട്ട് പിന്നെ ഈ 6 റെയിൽവേ ക്രോസും കൂടി കടന്നിട്ട് വേണം അമ്മമ്മേൻ്റെ അടുത്തേക്ക് എത്താൻ. അമ്മമ്മടേക്ക് മാത്രമല്ല ആ ഭാഗത്ത് നിറയെ വീടുണ്ട്. ഞാൻ ശരിക്കും ആലോചിച്ചു എന്താ അറിയോ, അമ്മച്ചൻ്റെ ഒക്കെ ഒരു കോലം നോക്കിയൊക്കെ വളരെ പ്രായം ചെന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അസുഖങ്ങളും ഉണ്ട്. ഇതുപോലെയൊക്കെ തന്നെ വലിയ അവിടുത്തെ ഓരോരുത്തരുടെ വീടുകളിലും ഉണ്ടാവുക. പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടാവും, വയ്യാത്തവരുണ്ടാവും. ഇവരൊക്കെ രാത്രിയൊക്കെ എന്തെങ്കിലും വയ്യായൊക്കെ വന്നു കഴിഞ്ഞാൽ, രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ, ഇത്രയും റെയിൽ കടന്ന് ഓട്ടോ പോലും വിളിച്ചാൽ മര്യാദയ്ക്ക് അങ്ങോട്ട് പോകും തോന്നില്ല. കാരണം അത്രയും മോശമാണ് ആ റോഡ് കേട്ടോ. അത് വിടാം. എന്തായാലും നമ്മൾ അമ്മമ്മോടെ എത്തിയിട്ടുണ്ട്. വന്ന സമയത്ത് അമ്മച്ചൻ മാത്രം അമ്മർത്തുണ്ടായിരുന്നു. അമ്മായും കുട്ടികളും പിന്നെ വീഡിയോയുടെ മുമ്പിലേക്ക് വരുന്നില്ല, ഡ്രസ്സൊക്കെ മോശമാണ്, ഒരുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മമ്മ നല്ല രീതിയിൽ പള്ളിനീരാട്ടിലായിരുന്നു. നല്ല തേച്ചരച്ച് കുളിക്കുക. അമ്മമ്മ ഇപ്പോഴും അടിപൊളിയായിട്ട് സമയമെടുത്തിട്ടാണ് കുളിക്കുക. എത്ര നേരം എടുക്കും എന്നറിയോ? ആ നേരം കൊണ്ട് അമ്മായിക്ക് ചോറ് വിളമ്പി തന്ന് ഞാൻ ചോറിനലൊക്കെ കഴിഞ്ഞിരുന്നു. അമ്മമ്മ ഇപ്പം കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല സുന്ദരിയായിരുന്നു. പല്ലൊക്കെ ഇപ്പം പോയതാ. എന്തായാലും ഞാൻ അവിടുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങി. അമ്മമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇറങ്ങണേന്. കുറേ കരയും പറയുകയൊക്കെ ചെയ്തു. ആകെ സങ്കടം എൻ്റെ മുടി പോയി പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. അതുകൂടാതെ വന്നല്ലോ കണ്ടല്ലോ ഇനി ഇടയ്ക്കൊന്ന് വായോ ഉണ്ണിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ കരച്ചിലുണ്ടായിരുന്നു. എന്താ അറിയില്ല, പ്രാവശ്യം പോയപ്പോൾ അമ്മമ്മയ്ക്ക് നല്ല സങ്കടമായിരുന്നു. എനിക്ക് അവിടുന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയത് ഈ ഒരു കാര്യത്തിലാട്ടോ. എങ്ങനെ പറ്റുകൾക്കൊക്കെ ഒന്നൊരു വയ്യായ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അമ്മായും കുട്ടികളും കൂടി ഇന്നെ റെയിൽ കടത്തി തന്നിട്ട്, കുഞ്ഞു കുട്ടികളെ റെയിൽ കടത്തി തരുന്ന പോലെ അവർ എന്നിട്ട് അവിടെ നിന്ന് ടാറ്റയൊക്കെ തന്നിട്ട് പോന്നു. ആ വഴി നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കുക. ഇതൊന്നുമല്ല, കുറച്ചും കൂടി മുമ്പിലേക്ക് പോയുള്ള റോഡും ഭയങ്കര മോശമാണ്.